എസ്റ്റാഡിയോ അസ്തക. നോ യുവർ ഹോസ്റ്റ് മെക്സിക്കോ. ചരിത്രത്തിൽ ആദ്യമായി മൂന്നാമതും ലോകകപ്പിന് വേദിയാവാൻ ഒരുങ്ങുകയാണ് മെക്സിക്കോ. ലോക ഫുട്ബോളിനെ കുറിച്ചും മെക്സിക്കൻ ഫുട്ബോളിനെ കുറിച്ചും പറയുമ്പോൾ അസ്തക സ്റ്റേഡിയം പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ. 1970 മെക്സിക്കോ ആദ്യമായി ലോകകപ്പിന് വേദിയാകുന്നത്. ആ ലോകകപ്പായിരുന്നു പിന്നീട് ലോകകപ്പിൻ്റെയും ലോക ഫുട്ബോളിലെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായ വേൾഡ് കപ്പ്. ഡിസിപ്ലിനറി ആക്ഷന് റെഡ് കാർഡും യെല്ലോ കാർഡും നിർബന്ധമാക്കിയ വേൾഡ് കപ്പ്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന റൂൾ കൊണ്ടുവന്ന വേൾഡ് കപ്പ്. മാത്രമല്ല ആദ്യമായി കളർ ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്ത വേൾഡ് കപ്പ് എന്നൊരു പ്രത്യേകത കൂടി ആ വേൾഡ് കപ്പിനുണ്ടായിരുന്നു. ജോഗോ ബോണിറ്റോ, ദ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ, ആ ഒരു പേരർത്ഥമാക്കുന്ന ബ്രസീലിയൻ നാഷണൽ ടീം, ലോക ഫുട്ബോളിൽ തന്നെ ഏറ്റവും മികച്ച ഫുട്ബോൾ ടീമുകളിലൊന്നായ ആ ഒരു കാലഘട്ടത്തിലെ ബ്രസീലിയൻ ടീം വിജയിച്ചൊരു വേൾഡ് കപ്പ് കൂടിയായിരുന്നു 1970 വേൾഡ് കപ്പ്. 1970 വേൾഡ് കപ്പിനെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ട ഒരു പേര് സാക്ഷാൽ പെലെ. പെലെ തൻ്റെ കരിയറിലെ അവസാന ലോകകപ്പും അവസാന ലോകകപ്പ് മത്സരവും അവസാന ലോകകപ്പ് ഗോളും നേടിയത് 100,000-ൽ പരം കാണികളാൽ തിങ്ങി നിറഞ്ഞ അസ്തക സ്റ്റേഡിയത്തിലായിരുന്നു. മാച്ച് ഓഫ് ദി സെഞ്ചുറി എന്നറിയപ്പെടുന്ന വെസ്റ്റ് ജർമ്മനി വേഴ്സസ് ഇറ്റലി മത്സരവും സാക്ഷ്യം വഹിച്ചത് എസ്റ്റാഡിയോ അസ്തക സ്റ്റേഡിയത്തിലായിരുന്നു. 4-3 അന്ന് ഇറ്റലി വിജയിച്ചത്. എക്സ്ട്രാ ടൈമിൽ മാത്രം അന്ന് പിറന്നത് 5 ഗോളുകളായിരുന്നു. ഇന്നും ആ റെക്കോർഡ് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. മത്സരത്തിൽ തൻ്റെ ഷോൾഡറിന് പരിക്കേറ്റ ഫ്രാൻസ് ബെക്കൻബൗവർ ഏകദേശം 40 മിനിറ്റോളം തൻ്റെ കൈ കെട്ടിവെച്ച് കളിച്ച ഒരു ധീരതയെ ഞാൻ ഓർക്കുന്നു. 1970 വേൾഡ് കപ്പിലെ ആ സെമി ഫൈനലിന് ഒരുപാട് കഥകളുണ്ട് പറയാൻ. ഗേഡ് മുള്ളറുടെ ഐതിഹാസികമായ പെർഫോമൻസും ആ വേൾഡ് കപ്പിലാണ് പിറന്നത്. 10 ഗോളുകളാണ് ഗേഡ് മുള്ളർ ആ വേൾഡ് കപ്പിൽ മാത്രം നേടിയത്. കൂടാതെ ജാർസീനിയോ എന്ന ബ്രസീലിയൻ ലെജൻഡ്, അദ്ദേഹം കളിച്ച എല്ലാ മത്സരത്തിലും ഗോൾ നേടി വിജയിച്ച ടീമിൻ്റെ ഭാഗമാവുകയും ആ റെക്കോർഡ് ഇന്നും ഭേദിക്കപ്പെടാതെ നിലനിൽക്കുന്നു. 1985 റിക്ടർ സ്കെയിൽ 8 രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ഏകദേശം 10,000-ഓളം ആളുകൾ മരിച്ച് വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു മെക്സിക്കോ ഉണ്ടായിരുന്നു. 1986 വേൾഡ് കപ്പ്. 1970 വേൾഡ് കപ്പ് ഈസ് ഓൾ അബൌട്ട് പെലെ, ദെൻ 1986 വേൾഡ് കപ്പ് ഈസ് അബൌട്ട് ഡിയേഗോ അർമാൻഡോ മറഡോണ. യെസ്, ഐ എം ടോക്കിംഗ് അബൌട്ട് ദി ഐക്കോണിക്, ദ കോൺട്രവേഴ്ഷ്യൽ അർജൻറ്റീന വേഴ്സസ് ഇംഗ്ലണ്ട് ക്വാർട്ടർ ഫൈനൽ മാച്ച്. ആ ലോകകപ്പായിരുന്നു മറഡോണയെ ലോക ഫുട്ബോളിൻ്റെ ഉയരത്തിൽ, അല്ലെങ്കിൽ അർജൻറ്റീനൻ ആരാധകരുടെ മനസ്സിൽ ദൈവം, ഫുട്ബോൾ ദൈവം എന്ന സ്ഥാനത്തിലേക്ക് എത്തിച്ച വേൾഡ് കപ്പ്. അദ്ദേഹം തൻ്റെ കരിയറിലെ ആദ്യ വേൾഡ് കപ്പ് നേടിയത് ആ വേൾഡ് കപ്പിലായിരുന്നു. ഈ മത്സരത്തിനും സാക്ഷ്യം വഹിച്ചത് 100,000-ലേറെ കാണികളാൽ തിങ്ങി നിറഞ്ഞ അസ്തക സ്റ്റേഡിയമായിരുന്നു. ഫുട്ബോളിനെ ഒരു മതമായി കാണുന്ന അർജൻറ്റീനയും ബ്രസീലും ദൈവങ്ങളായി കാണുന്ന സാക്ഷാൽ പെലെയും മറഡോണയും ലോകകപ്പ് നേടിയ വേദി എന്നൊരു പ്രത്യേകത കൂടി അസ്തക സ്റ്റേഡിയത്തിനുണ്ട്. സാക്ഷാൽ പെലെയും മറഡോണയും ഫ്രാൻസ് ബെക്കൻബൗവറും ഗേഡ് മുള്ളറെല്ലാം പന്ത് തട്ടിയ അസ്തക സ്റ്റേഡിയം ദ കത്തീഡ്രൽ ഓഫ് ഫുട്ബോൾ എന്ന പേരിലും അറിയപ്പെടുന്നു. 40 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു ലോകകപ്പിന് വേദിയാവാൻ ഒരുങ്ങുകയാണ് മെക്സിക്കോ. വീണ്ടും അസ്തക സ്റ്റേഡിയത്തിൽ ലോകകപ്പ് ഫുട്ബോളിനെ പന്തുരുളുന്നു. പക്ഷേ ഇത്തവണ ലോകകപ്പ് ഫൈനലിന് വേദിയാവാൻ അസ്തക സ്റ്റേഡിയത്തിന് സാധിക്കുകയില്ല. മറിച്ചൊരു സെമി ഫൈനൽ മത്സരം പോലും അസ്തകയിൽ ഇല്ല എന്നൊരു വിഷമം ആസ് എ ഫുട്ബോൾ ഫാൻ എനിക്കുണ്ട്. കാരണം ഈ ലോകകപ്പ് വേദിയാവുന്ന എല്ലാ സ്റ്റേഡിയങ്ങളിൽ ഒരു ഐക്കോണിക് ഫുട്ബോൾ ഫീൽ തരുന്നൊരു സ്റ്റേഡിയം അസ്തക സ്റ്റേഡിയം മാത്രമാണ്. അസ്തകയെ കൂടാതെ മറ്റ് 2 സ്റ്റേഡിയങ്ങൾ കൂടി മെക്സിക്കൻ വേൾഡ് കപ്പിന് വേദിയാകുന്നു. ഒന്ന് ലീഗ MX ക്ലബ്ബായ മോൺടെറയുടെ എസ്റ്റാഡിയോ BBVA. മലനിരകൾ ചുറ്റപ്പെട്ട സ്റ്റേഡിയം വളരെ മനോഹരമായൊരു മോഡേൺ സ്റ്റേഡിയമാണ്. അതുകൂടാതെ എസ്റ്റാഡിയോ ആക്രോൺ. ഈ 3 സ്റ്റേഡിയങ്ങളിലുമായി ടോട്ടൽ 13 മത്സരങ്ങൾക്കാണ് മെക്സിക്കോ വേദിയാകുന്നത്. കാത്തിരിക്കാം അതിമനോഹരമായ ഒരു ലോകകപ്പിന് മെക്സിക്കൻ മണ്ണിൽ. മെക്സിക്കൻ ജനതയും മെക്സിക്കൻ ഫുട്ബോളും ചരിത്രമുറങ്ങുന്ന അസ്തക സ്റ്റേഡിയം നമ്മളെ നിരാശപ്പെടുത്തില്ല എന്ന വിശ്വാസത്തോടെ.